ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്യാരറ്റ് കൊണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഇതിനായിട്ട് ഞാനിവിടെ 2 ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ആ ഓരോ പീസും ഇതുപോലെ നടുവേ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി അതിൻ്റെ ഒരു ഭാഗം വീണ്ടും നടുവേ ഇതുപോലെ ഒന്നും കൂടി കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഒത്തിരി അങ്ങ് കട്ടിയിൽ കട്ട് ചെയ്തെടുക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കറി വെന്തെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പം ഞാൻ അത് മുഴുവനും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 3 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വെളുത്തുള്ളി ഒന്ന് നടുവേ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിന് പകരം വറ്റൽമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ അരപ്പൊന്ന് റെഡിയാക്കി മാറ്റി വെക്കാം. ഇനി ഞാൻ ചട്ടിയിലാണ് കറി തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു ചട്ടിയിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 8-10 ചെറിയ ഉള്ളി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, ചെറിയ ഉള്ളി മുഴുവനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒന്ന് വാടി അതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ ഒരു 2 പച്ചമുളക് കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം. അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഞാൻ ഈ ചേർത്ത് കൊടുക്കുന്നത്. ഇനിതാ പച്ചമുളകും കൂടി ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ക്യാരറ്റും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ക്യാരറ്റ് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ഒത്തിരി കനത്തിൽ വന്നില്ല എന്നാൽ തീരെ കനം കുറച്ചും അല്ലാത്ത ഈ ഒരു പരുവത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഫ്ലേവറിന് വേണ്ടി കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. കറിവേപ്പില കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കറിവേപ്പിലയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇതാ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. തുറന്നു വെച്ചോ അടച്ചു വെച്ചോ നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. കാരണം നമ്മളിതിലോട്ട് ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ക്യാരറ്റിലുള്ള ആ ഒരു വെള്ളം കൊണ്ടാണ് ഇതൊന്ന് വെന്ത് കിട്ടുന്നത്. ഇപ്പോൾ ഇതാ ക്യാരറ്റ് ഇവിടെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ക്യാരറ്റ് ഒന്ന് വെന്ത് വരണം. ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. ആ ഒരു പരുവത്തിൽ വേവിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് അരച്ച് ചേർത്തത് കൊണ്ടാണ് മുളക് പൊടിയുടെ അളവ് കുറച്ച് ചേർത്തത്. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ പൊടികളുടെ പച്ചമണവും പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ്. നല്ലപോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ പൊടികളും കൂടി നല്ലപോലെ ഒന്ന് വഴന്ന് ക്യാരറ്റൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ആ തേങ്ങയുടെ അരപ്പ് ഞാൻ അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതുകൊണ്ട് ഈ ഒരു പരുവത്തിലായിരിക്കും ഉണ്ടാവുക. ഇനി അരപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അരപ്പൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ എല്ലാ കറിയിലും ഇതുപോലെ അരപ്പ് ഒരു 2 മിനിറ്റ് സമയം ഒന്ന് വഴറ്റിയെടുക്കാറുണ്ട്. ഇതുപോലെ അരപ്പൊന്ന് സെപ്പറേറ്റ് വഴറ്റിയിട്ട് കറി ഉണ്ടാക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. വെള്ളം ചേർക്കുന്നതിന് മുമ്പ് ഇതുപോലെ അരപ്പൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ഞാൻ അരപ്പ് ഒരു 2-3 മിനിറ്റ് സമയം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ അരപ്പൊന്ന് തിളപ്പിക്കാനായിട്ട് ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇപ്പം ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ ഇതാ അരപ്പൊന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലോട്ട് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം ചേർക്കുന്ന ഭാഗം ഒന്ന് വിട്ടുപോയതാണ്. വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തത്. അതിൻ്റെ ഒപ്പം തന്നെ അതിലോട്ട് 1 കപ്പ് മോരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മോര് ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കണം. മോര് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് തൈരിലോട്ട് 1/4 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് മിക്സിയിൽ അടിച്ച് ചേർത്താലും മതിയാകും. ഏത് ചേർത്താലും അതൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്ത് വേണം ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. ഒന്ന് ചെറുതായിട്ട് ചൂടായി ഒന്ന് ആവിയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഒത്തിരി അങ്ങ് തിളപ്പിച്ചെടുക്കരുത്. അപ്പോൾ ചട്ടിയുടെ ചൂട് കൊണ്ട് മോര് പിരിഞ്ഞു പോകും നമ്മൾ വെച്ച് കഴിയുമ്പോൾ. ഇനി ഇതൊന്ന് കടുക് വറുക്കാനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവായും കുറച്ച് കറിവേപ്പിലയും ഒരു 2-3 വറ്റൽമുളകും ഇട്ടൊന്ന് കടുക് താളിച്ചതിന് ശേഷം കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർത്ത് കൊടുക്കാൻ മറന്നു പോകരുത്. ഒരു 1/4 ടീസ്പൂൺ തീർച്ചയായിട്ടും കടുക് താളിക്കുമ്പോൾ ചേർത്ത് കൊടുക്കണം. അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് കറി ഉപയോഗിക്കാവുന്നതാണ്.
ഇപ്പം ഞാൻ എന്താ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് ഒന്ന് തുറന്ന് നോക്കിയിരിക്കുന്നത്. ഇപ്പം തന്നെ ചാറൊക്കെ ഒന്ന് കുറുകി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്